ഇ.പി. ജയരാജന് CPM വിട്ടു BJP-യിൽ ചേരാൻ താൽപര്യമുണ്ടായിരുന്നുവെന്ന് ദേശീയ ഉപാധ്യക്ഷൻ A.P. അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. BJP-ക്ക് താൽപര്യം ഇല്ലാത്തതിനാലാണ് അത് നടക്കാതെ പോയത്. ജയരാജനെ പോലെയുള്ളവർക്ക് പറ്റിയ പാർട്ടിയല്ല BJP. ജയരാജനുമായി ചർച്ചകൾ നടന്നിരുന്നുവെന്നും അബ്ദുള്ളക്കുട്ടി പ്രതികരിച്ചു. ഇ.പി. ജയരാജന്റെ ഇതാണെന്റെ ജീവിതം എന്ന ആത്മകഥയുടെ പ്രകാശനത്തിന് ശേഷമാണ് വിവാദങ്ങൾ ഉയരുന്നത്. തന്റെ മകൻ ജയ്സിനെ BJP സ്ഥാനാർത്ഥിയാക്കാനുള്ള ശ്രമം നടന്നിരുന്നുവെന്ന് പുസ്തകത്തിൽ പറയുന്നുണ്ട്. എന്നാൽ ഇ.പി. ജയരാജന്റെ പുസ്തകം ഗോവിന്ദൻ മാഷിനെയും P. ജയരാജനെയും വിമർശിക്കാൻ വേണ്ടി തട്ടിക്കൂട്ടിയ പുസ്തകമാണെന്നാണ് അബ്ദുള്ളക്കുട്ടി പറയുന്നത്. പുസ്തക പ്രകാശനത്തിന് മുഖ്യമന്ത്രി അടക്കം എല്ലാവരെയും വിളിച്ചു. എന്നാൽ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായ ഗോവിന്ദൻ മാഷിനെ വിളിച്ചില്ലെന്നും ഗോവിന്ദൻ മാഷിനെ തേജോവധം ചെയ്യാനാണ് ഈ പുസ്തകം എഴുതിയതെന്നും അദ്ദേഹം പറഞ്ഞു. P. ജയരാജൻ ഒരു പുസ്തകം എഴുതുകയാണെങ്കിൽ ഇ.പി. ജയരാജന്റെ എല്ലാ കഥയും പുറത്തു വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. പാർട്ടിക്കകത്ത് അദ്ദേഹം നേരിടുന്ന ചില കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നത് പാർട്ടി സെക്രട്ടറി P. ജയരാജനൊന്നും പുസ്തകം ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇ.പി. ജയരാജന്റെ ഈ പുസ്തകത്തിന്റെ ഉദ്ദേശം ഗോവിന്ദ മാഷയെയും P. ജയരാജനെയും വിമർശിക്കാൻ വേണ്ടി തട്ടിക്കൂട്ടിയൊരു പുസ്തകമാണ്. സത്യത്തിൽ ഇന്നലെ എല്ലാ ആളുകളെയും ക്ഷണിച്ചു. ഈ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗോവിന്ദ മാഷ വിളിച്ചില്ല. സത്യത്തിൽ പിണറായി ഉൾപ്പെടെ പങ്കെടുക്കുന്ന ആ പുസ്തക ചടങ്ങിൽ ഞാൻ പ്രതീക്ഷിച്ചത് ഗോവിന്ദ മാഷ അധ്യക്ഷനാവുമെന്നാണ്. ഗോവിന്ദ മാഷ പരിപാടിക്ക് ഒരു കത്ത് പോലും കൊടുത്തില്ല. അത്രമാത്രം ഗോവിന്ദൻ വിരോധമാണ് ഇ.പി. ജയരാജന്റെ പുസ്തകത്തിലും പ്രകാശനത്തിലും കാണാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ P. ജയരാജനും കൂടി ഒരു പുസ്തകം എഴുതണം. അപ്പോൾ ഇ.പി. ജയരാജന്റെ എല്ലാ കഥയും പുറത്തു വരും എന്നാണ് എനിക്ക് P. ജയരാജനോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇ.പി. ജയരാജന്റെ മകനെ BJP സ്ഥാനാർത്ഥിയാക്കാനുള്ള ഒരു ശ്രമം നടന്നു എന്നുകൂടി ഇ.പി. ജയരാജൻ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കം നടന്നിരുന്നു? ശോഭാ സുരേന്ദ്രനാണ് അതിന് നേതൃത്വം നൽകിയതെന്നും പറയുന്നുണ്ട്. എറണാകുളത്ത് വെച്ച് ഈ ഫോണ് നമ്പർ വാങ്ങി നിരന്തരം വിളിച്ചു, അത് ഈ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയാണ് എന്നൊക്കെയാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. അത് സംബന്ധിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇ.പി. ജയരാജൻ CPM വിട്ട് BJP ചേരാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ജയരാജൻ മാമനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ആ പൂതി അങ്ങ് നടക്കൂല. എല്ലാ ആളുകളെയും BJP-യിൽ എടുക്കാൻ പറ്റൂലല്ലോ. നിങ്ങൾ എടുക്കാത്തത് കൊണ്ടാണോ ഇത് നടക്കാതെ പോയത്? തീർച്ചയായും ജയരാജന് ഞങ്ങളുടെ കൂടെ വരാൻ താല്പര്യമുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അദ്ദേഹത്തോട് അത്ര താല്പര്യം. പ്രകാശ് ജാവ്ദേക്കർ കണ്ടതും അതിന് വേണ്ടിയിട്ടായിരുന്നു. എല്ലാവരുമായി സംസാരിച്ചിട്ടുണ്ട്, ഞങ്ങൾ ചർച്ച ചെയ്തു. ജയരാജൻ വേണ്ട എന്നാണ് പൊതുവുള്ള വികാരം. കാരണം ജയരാജന്റെ കോലത്തിലുള്ള ആള് പറ്റിയ പാർട്ടിയല്ല ഭാരതീയ ജനതാ പാർട്ടി എന്നാണ് ചർച്ച നടന്നിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ വികാരം. ജയരാജനുമായിട്ട് തന്നെ ചർച്ച നടന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് P. ജയരാജൻ കൂടി ഉടനെ ഒരു പുസ്തകം എഴുതണം. അപ്പോഴാണ് ഇ.പി. ജയരാജന്റെ ആത്മകഥ പുറത്തു വരിക. അല്ല, ഒന്നുകൂടി, ഈ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതൊക്കെ സത്യമാണോ? ജയരാജൻ പറയുന്നത് അങ്ങനെ അവർക്ക് ഇതില്ല എന്നൊക്കെയാ പറയുന്നത്. അവരൊരു രാഷ്ട്രീയക്കാരിയായി പോലും കാണാൻ കഴിയില്ല ഈ ശോഭാ സുരേന്ദ്രനെ. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതൊക്കെ കള്ളം എന്ന് പറയാണ്. പക്ഷെ അതൊക്കെ സത്യമാണോ ശരിക്കും? മനോജ്, ഞാൻ ആദ്യം പറഞ്ഞു, അതൊന്നും കൂടി കേട്ടു നോക്കിയാൽ മതി.